പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തില് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ കാണുന്ന മഹാ അടയാളങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ആ അടയാളങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. ഈ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഉണ്ടാകാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ. പരിശുദ്ധമായ റജബ് മാസത്തിൽ പ്രാർത്ഥിക്കേണ്ട ആ അത്ഭുതകരമായ പ്രാർത്ഥന നമ്മൾക്കൊരു 3 പ്രാവശ്യം പറയാം, എന്നിട്ട് ക്ലാസ് തുടങ്ങാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പ്രിയമുള്ള മുത്തുമുഅ്മിനീകളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ദിനരാത്രികളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ദുആക്ക് ഇജാബത്തുള്ള രാത്രികളും ദിവസങ്ങളുമാണ്. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ബറക്കത്ത് കരസ്ഥമാക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ കാണുന്ന മഹാ അടയാളങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെയാ അടയാളങ്ങളെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മളെ ജീവിതത്തിൽ ആ അടയാളങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ആ അടയാളങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളെ ജീവിതത്തിൽ കാണുന്ന ഒന്നാമത്തെ അടയാളം സത്യം പറയുന്ന നാവാണ്. അല്ലാഹു ഏറ്റെടുത്താൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം സത്യം പറയുന്ന നാവാണ്. നമ്മൾ കളവ് പറയലുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുലിൽ ഹഖ്ക വ ഇൻ കാന മുർറാ. എത്ര വിഷമമുള്ള സമയത്താണെങ്കിലും നീ കളവ് പറയരുതേ, സത്യം പറയണേ. അത്രത്തോളം കടുത്ത തെറ്റാണ് കളവ് പറയുക എന്ന് പറയുന്നത്. കളവ് പറയുന്നവന്റെ ഹൃദയത്തിൽ അല്പം പോലും ഈമാൻ ഉണ്ടാകൂല. ഈമാനുള്ളവർക്ക് കളവ് പറയാൻ കഴിയൂല എന്നുള്ളതാണ്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖിന്റെ മുഹിയുദ്ദീൻ മാലയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? കളവ് പാറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഉമ്മ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു കളവ് പറയരുതേ എന്ന്. നമ്മളെ മക്കൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, കളവ് പറയാൻ പാടില്ല. അത് അത്രയും വലിയ തെറ്റാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല. അല്ലാഹു ഏറ്റെടുത്തവന്റെ ജീവിതത്തിൽ കളവ് പറയുന്ന നാവുണ്ടാവൂല. ഭർത്താവിനോട് കളവ് പറയൂല, അമ്മായിമ്മയോട് കളവ് പറയൂല, മരുമക്കളോട് കളവ് പറയൂല, കൂട്ടുകാരോട് കളവ് പറയൂല, അയൽവാസികളോട് കളവ് പറയൂല, ഭർത്താവിനോട് കളവ് പറയൂല, അധ്യാപകരോട് കളവ് പറയൂല. അപ്പൊ കളവ് പറയുന്ന നാവുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ ഏറ്റെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ സഹായം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ അടയാളം ഖൽബൻ ഷാക്കിറ. നന്ദി ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാകും. അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അള്ളാഹുവിന് മാത്രമല്ല, മനുഷ്യന്മാർക്കും നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മളെ റബ്ബ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ശ്വസിക്കാനുള്ള വായു തന്നു, വീട് തന്നു, ഭക്ഷണം തന്നു, മഴ തന്നു, വെള്ളം തന്നു, കണ്ണ് തന്നു, കാല് തന്നു. ഇങ്ങനെ അള്ള തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങൂല. അത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മളെ റബ്ബ് നമ്മൾക്ക് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ റബ്ബിന് നന്ദി ചെയ്യുന്നത്? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ,
ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ധാരാളം നൽകുമെന്ന് അള്ളാഹ് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്കിന്ന് നന്ദി ചെയ്യാൻ സമയമില്ല. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകണം, പക്ഷേ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നമ്മൾക്ക് സമയമില്ല. ഒരു വാഹനം വാങ്ങിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ സമയമില്ല. വീട് വെച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ സമയമില്ല. ജോലി ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ സമയമില്ല. ശമ്പളം ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ സമയമില്ല. പിന്നെ എങ്ങനെ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുക? സാലറി ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന നിലക്ക് ഒരു രൂപയെങ്കിലും സ്വതക്ക കൊടുക്കാൻ നമ്മൾക്ക് സമയമില്ല അല്ലെ? ഒരു രൂപ സ്വതക്ക കൊടുക്കണ്ടേ? അള്ള തന്ന സാലറിയാണ്. ആ സാലറിയിൽ ബറക്കത്തുണ്ടാവണം, സാലറിയിൽ വലിയ ഉയർച്ചയുണ്ടാകണം. അതിനെന്ത് വേണം? ഒരു രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കണം. നമ്മൾക്ക് കിട്ടുന്ന സാലറിക്കനുസരിച്ച് നമ്മൾ സ്വതക്ക കൊടുക്കണം, ഉള്ളതിനനുസരിച്ച് സ്വതക്ക കൊടുക്കണം. അതിനൊന്നും നമുക്ക് സമയമില്ല. അല്ല തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തരിക? അല്ല തരണമെങ്കിൽ അള്ളാഹുവിന് നന്ദി ചെയ്യണം. അപ്പൊ അള്ളാഹു ഏറ്റെടുത്താൽ അവനിൽ കാണുന്ന മറ്റൊരടയാളമാണ് നന്ദി ചെയ്യാനുള്ള മനസ്സ്. നന്ദി ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നല്ല അടിമകളായി ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മൂന്നാമത് നമ്മൾ കാണുന്ന അടയാളമാണ് വബദനൻ സ്വാബിറ, ക്ഷമയുള്ള ശരീരം. അതാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. നിസ്കരിക്കാൻ ക്ഷമയുള്ള ശരീരം വേണം. നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പോൾ. സുബഹിക്ക് എണീക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്ക് എണീക്കാൻ കഴിയൂല, നിസ്കരിക്കാൻ കഴിയൂല. അവ ക്ഷമിക്കാനുള്ള ശരീരം നമ്മൾക്കുണ്ടാകണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ഹറാമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള, ക്ഷമിക്കാനുള്ള മനസ്സും ഒരു ശരീരവും നമ്മൾക്കുണ്ടാകണം. എന്നാലേ നമ്മൾ രക്ഷപ്പെടൂ. അള്ളാഹു ഏറ്റെടുത്തവന്റെ, അള്ളാഹു ദുനിയാവിൽ നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണത്, ക്ഷമിക്കാനുള്ള ശരീരം. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു 20 പ്രാവശ്യം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നഫീസ ബീവിയുടെ അടുത്ത് കായില്ലാറ്റൊന്നുമല്ല, വലിയ മുതലാളിച്ചിയായിരുന്നു. ആ നാട്ടിലെ വലിയ സമ്പന്നതയായിരുന്നു ബഹുമാനപ്പെട്ട നഫീസ ബീവി. പക്ഷെ 20 പ്രാവശ്യം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്താ? പള്ളിക്ക് പോകുമോ? വെള്ളിയാഴ്ച ജുമഅക്ക് പോലും പള്ളിയിലേക്ക് പോകാത്ത ആളുകൾ ഇന്ന് നമ്മളെ മുസ്ലിം വീടുകളിലുണ്ട്. അള്ളാഹു കാക്കട്ടെ. ജീവിച്ചിട്ട് ഒരൊറ്റ ജമാഅത്തിന് പോലും പങ്കെടുക്കാത്ത പുരുഷന്മാര്, മക്കള് നമ്മളെ വീട്ടിലുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ ആ പള്ളിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കണ്ടേ? നമ്മളെ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞോക്കി, നമ്മളെ ഭർത്താക്കന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞോക്കി. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണ്ട. അങ്ങനെ പല ആളുകളും പ്രസംഗിക്കുന്നത് കേട്ടു. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ ഇസ്ലാമിന്റെ ഒരു കൽപ്പനയുമില്ല. സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളാണ് ഉത്തമമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ആര് പറഞ്ഞാലും ആര് പ്രസംഗിച്ചാലും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിനില്ല. സഹാബി വനിതകൾ ചെയ്തിട്ടില്ല, ഇമാമുമാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾ എന്തിനാ പള്ളിക്കോണത്? നിങ്ങൾക്ക് വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ തന്നെ പള്ളിയിൽ നിസ്കരിച്ച കൂലിയല്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ കഷ്ടപ്പെട്ട് പള്ളിയിലേക്ക് പോകുന്നത്? ഒരു സുന്നത്ത് പോലും ഇല്ല നിങ്ങൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കല്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമയുള്ള ശരീരം നമ്മൾക്കുണ്ടാകണം. ക്ഷമയുള്ള ശരീരം. ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകണം. മഹാനരായ അബൂ ശുജാ റളിയല്ലാഹു അൻഹു മദീനയിൽ 150 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ്. മഹാനവറുകൾ 150 കൊല്ലം ദർസ് നടത്തിയിട്ടും താടി നരച്ചിട്ടില്ല, തൊലി തുളിഞ്ഞിട്ടില്ല, ശരീരത്തിന് ഒരു ക്ഷീണവുമില്ല. അബൂ ശുജാ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ആരോഗ്യമുണ്ടാകാനുള്ള കാരണം എന്താണ്? നിങ്ങളെ തൊലി പോലും ചുളിഞ്ഞു പോയിട്ടില്ല, ഇത്ര വർഷമായി, നിങ്ങൾക്ക് ഒരുപാട് വയസ്സായി, നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് മഹാനായ അബൂ ശുജാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ ഞാൻ ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെ അവസ്ഥ എന്താ? ഒരു കല്യാണം വന്ന അന്ന് ഒരൊറ്റ നിസ്കാരം നമ്മൾക്ക് ഉണ്ടാവൂല. സമ്മേളനം ഉണ്ടെങ്കിൽ ഒരൊറ്റ നിസ്കാരം നമുക്ക് ഉണ്ടാവൂല. ഒരു വീട് ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ അന്ന് നിസ്കാരം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ നമ്മളെ ആരോഗ്യത്തിൽ ബർക്കത്ത് ഉണ്ടാകുക? നമ്മളെ അസുഖം എങ്ങനെ മാറുക? നമ്മൾ 50, 60, 70 വയസ്സായ നമ്മൾ ആകെ ക്ഷീണിച്ചു പോയി, ശരീരം ചുളിഞ്ഞു പോയി. 150 കൊല്ലായിട്ട് അബൂ ശുജാ റളിയല്ലാഹു അൻഹു ഒരു കുഴപ്പമില്ല. മഹാനവറുകൾ കാരണം പറയാ, പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരൊറ്റ നിസ്കാരം ഞാൻ ഖളാക്കിയിട്ടില്ല. നമ്മൾക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ എത്ര നിസ്കാരം ഖളായിട്ടുണ്ടെന്ന് നമ്മളൊന്ന് കണക്കൂട്ടുക.
ഇപ്പോഴും നമ്മൾ നിസ്കാരം കലാക്കിക്കൊണ്ടിരിക്കല്ലേ? നമ്മളെ താടിമുടിയൊക്കെ നരച്ചിട്ടുണ്ട്, വയസ്സായിട്ടുണ്ടാവും, എന്നിട്ടും നിസ്കാരം കലാക്കി നടക്കുന്ന എത്ര വിഡ്ഢികളുണ്ട്. നമ്മളൊക്കെ വിഡ്ഢികളുടെ ലോകത്താണോ ജീവിക്കുന്നത്? അള്ളാഹു കാക്കട്ടെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ കുടുംബങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഈമാനോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മക്കൾക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഭാര്യമാർക്ക് നൽകണേ അല്ലാ. ഭർത്താക്കന്മാർക്ക് കുടുംബക്കാർക്ക് നൽകണേ റഹ്മാനെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവൻ രക്ഷപ്പെട്ടില്ലേ? അവൻ പിന്നെ തെറ്റിലേക്ക് പോകൂല എന്നുള്ളതാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 4ാമത് അള്ളാഹു നൽകുന്ന വലിയ ഭാഗ്യം സൗജത്തൻ സ്വാലിഹ, സ്വാലിഹായ ഭാര്യ, സ്വാലിഹായ ഭർത്താവ്. ഒരു സ്ത്രീക്ക് സ്വാലിഹായ ഭർത്താവിനെ ലഭിച്ചാൽ അവൾ കഴിച്ചിലായി. അവൾ കഴിച്ചിലായി. ഒരു പുരുഷന് സ്വാലിഹായ ഭാര്യയെ കിട്ടിയാൽ ആ പുരുഷനും വിജയിച്ചു പോയി. അള്ളാഹു അങ്ങനെ നൽകട്ടെ. വിവാഹപ്രായമെത്തിയവർക്കൊക്കെ നല്ല അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആരാണ് ഈ സ്വാലിഹായ ഭാര്യ? അത് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. ഇദാ നദർത ഇലൈഹാ സർറത്തുക, ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണ്. അതുപോലെ ഭർത്താവ് കൽപ്പിച്ചാൽ ഭർത്താവിന് വഴിപ്പെടുന്നവളുമാണ്. ഇതാണ് സ്വാലിഹായ ഭാര്യ. നിങ്ങളൊക്കെ സ്വാലിഹായ ഭാര്യമാരാണോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അള്ളാഹു സാലിഹായ ഭാര്യമാരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല, ആഖിറത്തിലും രക്ഷപ്പെടൂല, ദുനിയാവിലും രക്ഷപ്പെടൂല. അതുപോലെ തന്നെയാണ് ഭാര്യയെ പരിഗണിക്കുന്ന, ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, ഭാര്യയെ ആത്മീയതയിലേക്ക് നയിക്കുന്ന നല്ല ഭർത്താവ്. അങ്ങനെയുള്ള നല്ല ഭർത്താക്കന്മാരെ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. ഉള്ള ഭർത്താക്കന്മാരെ അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. ഉള്ള ഭാര്യമാരെ അള്ളാഹു നല്ല ഭാര്യമാരാക്കി തരട്ടെ. അതുപോലെ അള്ളാഹു നൽകുന്ന മറ്റൊരു ഭാഗ്യമാണ് ദാറൻ കസ്ത, ഉദ്ദേശിക്കുന്ന ഒരു വീട് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? എല്ലാവരും വീട് ആഗ്രഹിക്കുന്നവരാണ്. 25 കൊല്ലമൊക്കെ ഗൾഫിൽ പോയി എന്താണ് അധ്വാനിച്ചതെന്ന് ചോദിച്ചാൽ പലരും പറയാറുണ്ട്, ഉസ്താദെ എന്റെ ഭാര്യക്കും മക്കൾക്കും എന്റെ ഉമ്മാക്കും ഉപ്പാക്കും കുടുംബങ്ങൾക്കൊക്കെ ജീവിക്കാൻ ഞാനൊരു വീടുണ്ടാക്കി എന്നുള്ളത്. അപ്പൊ വീട് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ വീട് ആത്മീയതക്കുള്ളതാകണം. പല ആടും ഇന്ന് വീടുകൾ നിർമ്മിക്കുന്നത് ആഭാസത്തിനും തോന്നിവാസത്തിനും അതുപോലെ തന്നെ പവറിനും വേണ്ടിയാണ്. വീട് എന്ന് പറയുന്നത് ആത്മീയതക്കും സമാധാനത്തിനും സന്തോഷത്തിനുമുള്ളതാണ്. ഇസ്ലാം അംഗീകരിച്ചതുപോലെ നമ്മളെ ജീവിക്കാൻ ആവശ്യമായ ഒരു വീട് മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ. വീടിൽ ഒരിക്കലും ഇസ്രാഫ് കാണിക്കാൻ പറ്റില്ല. ഒരുപാട് റൂമുകളുള്ള, അനാവശ്യത്തിന് കുറെ റൂമുകളുള്ള വീടുകൾ നിർമ്മിക്കാൻ പാടില്ല. നമ്മളെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ, നമ്മളെ വീട്ടിൽ എത്ര ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം, അതിനനുസരിച്ചേ നമ്മൾ വീട് നിർമ്മിക്കാൻ പറ്റൂ. വീടിൽ ഇസ്രാഫ് കാണിച്ചാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകൂല, ശൈത്താൻ കുടിയിരുന്നു പോകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. 6ാമത് അള്ളാഹു നൽകുന്ന വലിയ ഭാഗ്യമേതാണ്? എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാനുള്ള മനസ്സ്. അള്ളാഹു നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകും. നമുക്ക് അള്ളാഹിനെ ഓർക്കാനുള്ള മനസ്സുണ്ടോ? കല്യാണത്തിന് പോയാ അള്ളാഹിനെ മറന്നില്ലേ? ഷോപ്പിങ്ങിന് പോയാ അള്ളാഹിനെ മറന്നില്ലേ? അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികൾക്ക് പോയാൽ റബ്ബിനെ നമ്മൾ മറക്കുകയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കാതെ നമ്മളെ മനസ്സിന് ശാന്തത ലഭിക്കൂല, സമാധാനം ലഭിക്കൂല. അതുകൊണ്ടാണ് ഔലിയാക്കൾക്ക് വിഷമങ്ങളില്ല, സങ്കടങ്ങളില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. അവർക്ക് വിഷമങ്ങളില്ല, ടെൻഷൻ ഇല്ല, സങ്കടങ്ങളില്ല. എപ്പോഴും ആനന്ദവും സന്തോഷവും ആത്മീയതയുമാണ്. അതിന്റെ കാരണം എന്താ? അവർ അള്ളാഹിനെ എപ്പോഴും ഓർക്കുന്നവരാ, എപ്പോഴും ദിക്ർ ചെല്ലുന്ന ആളുകളാണ്. നമ്മൾ മജ്ലിസിൽ മാത്രം ദിക്ർ ചൊല്ലും, നമ്മൾ രാവിലെ മാത്രം ദിക്ർ ചൊല്ലും, അങ്ങനെയല്ല. എപ്പോഴും ദിക്ർ ചെല്ലണം. നമ്മളെ നാവിൽ എപ്പോഴും ദിക്റിന്റെ മന്ത്രധ്വനികൾ വന്നുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 7ാമത്തെ അടയാളം, അള്ളാഹു ഏറ്റെടുത്താൽ അവന്റെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകൂല. കാരണം ഇവിടെ അഹങ്കരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ ആരാ? അള്ളാഹു ആണ്. നമ്മൾ നിസ്കരിക്കുമ്പോ പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ, അള്ളാഹു ആണ് വലിയവൻ. പിന്നെ എങ്ങനെ നമ്മൾ അഹങ്കരിക്കുക? അള്ളാഹു ആണ് വലിയവൻ എന്നല്ലേ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ അഹങ്കരിക്കുക? അപ്പൊ അഹങ്കരിക്കുന്നവന്റെ മനസ്സിൽ അള്ളയില്ല എന്നുള്ളതല്ലേ സത്യം. പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട്, പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട്. നമ്മൾ അഹങ്കരിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാവൂല, നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാക്കട്ടെ. മൻ തവാലഅ റഫഅഹുല്ലാഹ്. ഒരാള് വിനയത്തോടെ ജീവിച്ചാൽ അവനക്ക് അള്ളാന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അള്ളാഹു ഏറ്റെടുത്താൽ അവനിൽ കാണുന്ന മറ്റൊരു സ്വഭാവമാണ് പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള മനസ്സ്. അതാരാവട്ടെ,
ആരാവട്ടെ, കുടുംബക്കാരാവട്ടെ, അയൽവാസികളാകട്ടെ, ആരാവട്ടെ, പാവപ്പെട്ടവരുണ്ടോ, നമ്മൾക്ക് അവരെ സഹായിക്കാൻ കഴിയോ, നമ്മൾ സഹായിക്കുക. അതൊരു നല്ല മനസ്സിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, അങ്ങനെയാണ് സഹാബിമാര് ചെയ്തത്. അള്ളാഹുവിന് ഇഷ്ടവും ആ സ്വഭാവക്കാരെയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, അയൽവാസികൾ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, കുടുംബക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അള്ളാഹു ആ നല്ല ഒരു മനസ്സിന്റെ ഉടമകളാക്കി നമ്മയൊക്കെ മാറ്റിത്തരട്ടെ. അതുപോലെ തന്നെ അവരുടെ ടെൻഷൻ എപ്പോഴും പരലോകത്തിനെ കുറിച്ചായിരിക്കും. എന്റെ നിസ്കാരം, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കോ, അള്ളാനെ കാണാൻ കഴിയോ, റസൂലുള്ളാഹിനെ കാണാൻ കഴിയോ, മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബർ ജീവിതം എന്തായിരിക്കും, മുൻകർ നക്കീർ ഖബറിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയോ റബ്ബേ, ഇതൊക്കെ ആയിരിക്കും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അല്ല ഏറ്റെടുത്തവരുടെ ചിന്ത. ആഖിറത്തിനെ കുറിച്ചായിരിക്കും അവർ ടെൻഷൻ ആകുക, ദുന്യാവിനെ കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.